സംസ്ഥാനത്ത് വിവിധതരം പനികൾ പടരുമ്പോഴും പ്രതിരോധ പ്രവർത്തനങ്ങളിൽ മെല്ലെപ്പോക്ക്. 6 ദിവസത്തിനിടെ സംസ്ഥാനത്ത് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത് 652 പേർക്ക്. സ്മാരകങ്ങൾ നിലനിൽക്കുന്ന പ്രദേശത്തെയും അവിടുത്തെ സമൂഹത്തെയും ഉൾക്കൊള്ളുന്ന രീതിയാണ് മുസ്ലിസ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. കൊടുങ്ങല്ലൂരിൽ വിവിധ പൈതൃക സംരക്ഷണ പദ്ധതികളുടെ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. ഏരീസ് കലാനിലയത്തിന്റെ അതിവിശാലമായ സ്റ്റേജ് നിർമ്മാണം ആരംഭിച്ചു. കാൽനാട്ട് കർമ്മം ഞായറാഴ്ച രാവിലെ തിരുവഞ്ചിക്കുളം ക്ഷേത്ര ഗ്രൗണ്ടിൽ കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത നിർവഹിച്ചു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. സംസ്ഥാനത്ത് വിവിധ തരം പനികൾ പടരുമ്പോഴും പ്രതിരോധ പ്രവർത്തനങ്ങളിൽ മെല്ലെപ്പോക്ക്. 6 ദിവസത്തിനിടെ സംസ്ഥാനത്ത് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത് 652 പേർക്കാണ്. പനി ബാധിതരുടെ രോഗവിവര കണക്കുകൾ ഇന്നലെയാണ് ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടത്. പൈതൃക സ്മാരകങ്ങൾ സംരക്ഷിക്കുന്നതിനൊപ്പം സ്മാരകങ്ങൾ നിലനിൽക്കുന്ന പ്രദേശത്തെയും അവിടുത്തെ സമൂഹത്തെയും ഉൾക്കൊള്ളുന്ന രീതിയാണ് മുസ്ലിസ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. കൊടുങ്ങല്ലൂരിൽ വിവിധ പൈതൃക സംരക്ഷണ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നമ്മുടെ ചരിത്രത്തെ സംരക്ഷിക്കുക എന്നുള്ളത് വർത്തമാന കാലഘട്ടത്തിന് മാത്രമല്ല, ഭാവിയുടെയും ആവശ്യമാണ്. പ്രത്യേകിച്ച് ഭിന്നിപ്പിൻ്റെ ആശയം വലിയ നിലയിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു കാലത്ത് അതിനെ പ്രതിരോധം തീർക്കാൻ സാധ്യമാകുന്ന ഒരു ചരിത്രമാണ് മുസ്ലിസിൻ്റെയും ഈ പ്രദേശത്തിൻ്റെയും ചരിത്രം. ഇവിടെ അവശേഷിക്കുന്ന സ്മാരകങ്ങളുടെ സംരക്ഷണത്തിനായി 2006 മുസ്ലിസ് ഹെറിറ്റേജ് സൈറ്റുകൾ എന്ന പേരിൽ സംസ്ഥാന സർക്കാർ ഒരു കൺസെപ്റ്റ് പ്ലാൻ തയ്യാറാക്കി. സ്മാരകങ്ങൾക്കൊപ്പം അത് നിലനിൽക്കുന്ന പ്രദേശത്തെയും അവിടുത്തെ സമൂഹത്തെയും ഉൾക്കൊള്ളുന്ന രീതി ഉണ്ടാകണമെന്ന കാഴ്ചപ്പാടിലായിരുന്നു ഈ പദ്ധതിയുടെ രൂപകൽപ്പന. കൊടുങ്ങല്ലൂർ ചേരമാൻ പള്ളി ചരിത്രപരമായ പ്രത്യേകതയുണ്ട്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മുസ്ലിം പള്ളി എന്ന് കരുതുന്ന ചേരമാൻ പള്ളിയുടെ തനതായ ശൈലിക്ക് അനുയോജ്യമല്ലാത്തതും സമീപകാലത്തായി നിർമ്മിച്ച വിവിധ കൂട്ടിച്ചേർക്കലുകളും. ഏരീസ് കലാനിലയത്തിന്റെ അതിവിശാലമായ സ്റ്റേജ് നിർമ്മാണം ആരംഭിച്ചു. കാൽനാട്ട് കർമ്മം ഞായറാഴ്ച രാവിലെ തിരുവഞ്ചിക്കുളം ക്ഷേത്ര ഗ്രൗണ്ടിൽ കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത നിർവഹിച്ചു. 150-ൽ പരം കലാകാരന്മാരും സാങ്കേതിക വിദഗ്ധരുമാണ് വേദിയിലും അണിയറയിലും പ്രവർത്തിക്കുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ഥിരം നാടകവേദിയായ കലാനിലയത്തിന്റെ അരങ്ങ് ഉണരുകയാണ്. പുതിയ കാലത്തിനനുസരിച്ചുള്ള ദൃശ്യവിസ്മയം ഒരുക്കാൻ മൾട്ടിനാഷണൽ കമ്പനിയായ ഏരീസ് ഗ്രൂപ്പുമായി കൈകോർത്ത കലാനിലയം ഇനി ഏരീസ് കലാനിലയം ആർട്സ് ആൻഡ് തിയേറ്റർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിലാണ് അറിയപ്പെടുക. 150-ൽ പരം കലാകാരന്മാരും സാങ്കേതിക വിദഗ്ധരുമാണ് വേദിയിലും അണിയറയിലും പ്രവർത്തിക്കുന്നത്. കലാനിലയത്തിന്റെ അതിവിശാലമായ സ്റ്റേജിന്റെയും ഓഡിറ്റോറിയത്തിന്റെയും നിർമ്മാണ തുടക്കം കുറിക്കുന്ന പ്രധാന ചടങ്ങായ കാൽനാട്ടുകർമ്മം ഞായറാഴ്ച രാവിലെ 7:50 തിരുവഞ്ചിക്കുളം ക്ഷേത്ര ഗ്രൗണ്ടിൽ കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത നിർവഹിച്ചു. നാടക അവതരണത്തോടൊപ്പം ലോകോത്തര നിലവാരത്തിലുള്ള അതിവിശാലമായ സാധ്യത തുറന്നിടുന്നതിൻ്റെയും കൂടി തുടക്കമാണ് ഇവിടെയെന്നും ഏരീസ് ഗ്രൂപ്പ് ഓഫ് കമ്പനി ഫൗണ്ടേഷൻ സർ സോഹൻ റോയ് പറഞ്ഞു. തിരുവഞ്ചിക്കുളം ദേവസ്വം ഓഫീസർ സുധീർ മേലാപ്പാട്ട്, കൊടുങ്ങല്ലൂർ നഗരസഭ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവ്, വാർഡ് മെമ്പർ സുനിൽ കുമാർ എന്നിവർ ഭദ്രദീപം കൊളുത്തി. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. നാട്ടിൽ നടന്നത്. വെള്ളാങ്കല്ലൂർ പീപ്പിൾസ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി അന്താരാഷ്ട്ര സഹകരണ ദിനം ആചരിച്ചു. സപ്തതി കഴിഞ്ഞ അംഗങ്ങൾക്ക് സ്നേഹാദരവും സൗജന്യ ക്ലിനിക്കിൽ പരിശോധനയും നൽകി. പ്രസിഡന്റ് AR രാമദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് കാശി വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു. മുതിർന്ന ഭരണസമിതി അംഗങ്ങളായ സലീം കാട്ടകത്ത്, സുരേന്ദ്രബാബു എന്നിവർ വയോജനങ്ങൾക്ക് വോളൻ ഷാൾ നൽകി ആദരിച്ചു. രവിചന്ദ്രൻ, ആബിദ അബ്ദുറഹ്മാൻ, ഹരിഹരൻ, അബ്ദുൽ ഖാദർ, പി വേലു എന്നിവർ പ്രസംഗിച്ചു. മാള തുപ്പേലി ക്ഷേത്രാങ്കണത്തിൽ ഓണത്തിന് ഒരു കുടന്ന പൂവും ഒരു മുറം പച്ചക്കറിയുടെ ഭാഗമായി ചെണ്ടുമല്ലി കൃഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ A അഷ്റഫ്, വാർഡ് മെമ്പർമാരായ ലിസി സേവ്യർ, അമ്പിളി സജീവ്, ക്ഷേത്രം പ്രസിഡന്റ് ബാലകൃഷ്ണൻ,
സെക്രട്ടറി രാജു അറപ്പാട്ട്, വൈസ് പ്രസിഡന്റ് ഗോവിന്ദൻ, നിഷാന്ത് മുരളി, പ്രതാപ് ഇല്ലത്ത്, വിപിൻ ശാന്തി, ബിനേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. മാള പോലീസ് SC/ST മോണിറ്ററിംഗ് കമ്മിറ്റി SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു. ആദരവ് ഇരിഞ്ഞാലക്കുട DYSP PM C കുഞ്ഞുമൊയ്തീൻ കുട്ടി ഉദ്ഘാടനം ചെയ്തു. ഏതായാലും മാളയെ സംബന്ധിച്ചിടത്തോളം പല സ്ഥലങ്ങളിലും ഇരിഞ്ഞാലക്കുട സബ് ഡിവിഷനിലെ സ്റ്റേഷൻ പരിധിയിൽ ഏറ്റവും നല്ല മോണിറ്ററിംഗ് കമ്മിറ്റി കൂടുന്ന സ്ഥലവും അതേപോലെ തന്നെ അവരുടെ പോരായ്മകളും ഇരിഞ്ഞാലക്കുട സബ് ഡിവിഷനിൽ അതിനൊക്കെ ആവശ്യമുള്ള പോലീസിന്റെ സഹായങ്ങളും നൽകുന്നതിൽ മോണിറ്ററിംഗ് കമ്മിറ്റി സമുദായ നേതാക്കൾ തന്നെ മുന്നിട്ടിറങ്ങുന്ന അവരുടെ പോലീസ് സ്റ്റേഷൻ പരിധിയായിട്ടാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. ഇതിനൊക്കെ ആവശ്യമുള്ള സമുദായ നേതാക്കൾ തന്നെ ഒരു ദീർഘമായിട്ട് ഒരു പ്രസംഗത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിലും വികസനമായി ഈ സമയത്ത് എനിക്ക് അനുഭവങ്ങൾ വെച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അവസരങ്ങൾ സമയത്ത് പറയുന്നത്. മാള SI CK സുരേഷ് അധ്യക്ഷത വഹിച്ചു. ഉദയൻ മറ്റത്തിൽ, KK രാജു, NK പ്രേമവാസൻ, KS ശിവകുമാർ, KS സന്തോഷ്, ജനീഷ് കുറ്റിപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി വെള്ളറക്കാട് 2 വയസ്സുകാരി കിണറ്റിൽ വീണ് മരിച്ചു. വെള്ളറക്കാട് ചിറമനേങ്ങാട്ട് മുളക്കൽ വീട്ടിൽ സുരേഷ് ബാബു, ജിഷ ദമ്പതികളുടെ 2 വയസ്സുള്ള മകൾ അമേയ ആണ് മരിച്ചത്. ഇന്നലെ രാത്രി 11 മണിയോടെയാണ് കുഞ്ഞിനെ വീട്ടുവളപ്പിലെ കിണറ്റിൽ വീണ നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് കുന്നംകുളം അഗ്നിരക്ഷാ സേനാ സംഘം കുഞ്ഞിനെ പുറത്തെടുക്കുകയായിരുന്നു. തെക്കങ്കര ശ്രീ കുമാരേശ്വര ക്ഷേത്രത്തിലെ കൊടിമരം സ്ഥാപിക്കുന്നതിനോടനുബന്ധിച്ച് നടന്ന ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ഡോക്ടർ TS വിജയൻ തന്ത്രികൾ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ശ്രീ ധർമ്മപരിപാലന യോഗം പ്രസിഡന്റ് അന്നാസ് മുപ്പരുത്തി, മോഹനൻ തൈനകത്ത്, രാജീവ് തൈനകത്ത് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. എറണാകുളത്ത് റെയിൽവേ ട്രാക്കിലേക്ക് മരം വീണു. ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലെ മരമാണ് പച്ചാളം ലൂർദ് ആശുപത്രി പരിസരത്തെ പാളത്തിലേക്ക് വീണത്. റെയിൽവേയുടെ വൈദ്യുതി ലൈനിൽ തട്ടി മരത്തിന് തീപിടിച്ചു. വലിയ ശബ്ദത്തോടെയാണ് മരം വീണതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. എന്നാൽ അപായമൊന്നും ഉണ്ടായിട്ടില്ല. മഴയിൽ മരം നനഞ്ഞിരുന്നതിനാൽ തീ ആളിക്കത്തിയില്ല. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം മാർക്കറ്റിനെയും കായലോരത്തിൻ്റെ ടൂറിസം വികസനത്തെയും മുസ്ലിസ് അധികാരികൾ അവഗണിക്കുന്നതിൽ പ്രതിഷേധിച്ച കൗൺസിലർ VM ജോണി ആംഫി തിയേറ്ററിൽ ഒറ്റയാൾ സമരം നടത്തി. ഒട്ടനവധി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അധികാരികൾ കണ്ണടക്കുന്നതിലും പ്രതിഷേധിച്ചാണ് സമരം നടത്തിയത്. കേരള കർഷക സംഘം അഷ്ടമിച്ചിറ മേഖലാ കൺവെൻഷൻ നടന്നു. കർഷക സംഘം മാള ഏരിയ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ കുറ്റിപ്പറമ്പിൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും കർഷക സംഘടനകളുണ്ട്. കേരളത്തിലെ കർഷകർ നേരിടുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾക്ക് വേണ്ടി കർഷകരെ സഹായിക്കാൻ വേണ്ടി കർഷക സംഘം ഒഴിച്ച് ഏതെങ്കിലും ഒരു സംഘടന മുന്നിലേക്ക് വരുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നൊരു കുറവ് നിലനിൽക്കുക. PS സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ PR രതീഷ്, അരുൺ പോൾ, KV ഡേവിസ്, ജയ ബിജു, AC മോഹനൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. കേരള കർഷക സംഘം ചന്ദ്രാപിന്നി മേഖല സ്പെഷ്യൽ കൺവെൻഷൻ നടത്തി. VK കുമാരൻ സ്മാരക ഹാളിൽ നടന്ന കൺവെൻഷൻ കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം PI സജിത ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് TK ചന്ദ്രബാബു അധ്യക്ഷനായി. ഏരിയ പ്രസിഡന്റ് PS ഷജിത്ത്, ട്രഷറർ PA സഗീർ, ഭാഗ്യലക്ഷ്മി, ഹരിലാൽ മാണിയത്ത്, ഗീതാ മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാല സംഘടിപ്പിച്ച വായന പക്ഷാചരണം സമാപിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു അധ്യക്ഷത വഹിച്ച സമാപന സമ്മേളനം RLV രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കാരണം അത്രയും ഡീപ്പായിട്ടുള്ളൊരു വായനയൊന്നും എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. ജസ്റ്റ് പത്രം വായിക്കും, അതല്ലെങ്കിൽ ഏതെങ്കിലും പുസ്തകങ്ങളൊക്കെ കിട്ടുമ്പോൾ കുറച്ച് വായിക്കുന്നില്ലാതെ ഒരു മനസ്സിരുത്തി വായനയോ അല്ലെങ്കിൽ അതിന് സമയം കൊടുത്തിട്ടുള്ള ഒരു പ്രത്യേക സമയം അതിനുവേണ്ടി മാറ്റിവെക്കുക എന്നുള്ളതൊന്നും എൻ്റെ ഒരു ജീവിത രീതിയിൽ ഉണ്ടായിരുന്നില്ല. 10ാം ക്ലാസ്സെല്ലാം കഴിഞ്ഞ്
പിന്നെ മോഹിനിയാട്ടം ഐശ്വര്യ വിഷയമായി ഏറ്റെടുത്ത് പഠിച്ചു. PG അവസാനിച്ചു. അത് MPhil വിത്ത് PhDക്ക് ജോയിൻ ചെയ്യുമ്പോഴാണ് വായന എന്താണ് എന്നുള്ള കൃത്യമായിട്ടുള്ള മനസ്സിലാക്കാൻ. PJ ജലീൽ, നബീസത്ത് ജലീൽ, KV രഘു, ഉഷാ ബാലൻ, നിത ജോഷി തുടങ്ങിയവർ സംസാരിച്ചു. മാള റോട്ടറി ക്ലബിൻ്റെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു. പോൾ പാറയിൽ പ്രസിഡന്റും അലോഷ്യസ് സ്റ്റീഫൻ സെക്രട്ടറിയുമായുള്ള ഭരണസമിതിയാണ് ചുമതലയേറ്റത്. മാള മൺസൂൺ പാലസിൽ നടന്ന സ്ഥാനാരോഹണ ചടങ്ങിൽ ഡോക്ടർ K. കുര്യച്ചൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴും പറഞ്ഞത് നമ്മൾ 1.2 മില്യൺ 12 ലക്ഷം റൊട്ടേറിയൻസ് എന്ന്. അത് മാറി ഇപ്പോൾ നമ്മൾ റൊട്രാക്ടേഴ്സ് ഓൾസോ ജോയിൻ ടുഗദർ, റൊട്ടേറിയൻസ് ആർ ജോയിൻ ടുഗദർ. വി ഹാവ് എക്സ്പാൻഡഡ് റോട്ടറി ഫ്രം 1.2 മില്യൺ വി ആർ നൗ 1.4 മില്യൺ. So Rotarians will correct you. So we have 14 lakh Rotarians in the world in more than 200 countries with more than 46,000 Rotary clubs around the world. So east or west, north or south, India is the best in the world. Second, we will say Rotary is the best organization in the world. 1905 ഷിക്കാഗോയിൽ പോൾ പി ഹാരിസ് എന്ന് പറഞ്ഞ ആള് 3 ഫ്രണ്ട്സ് ആയിട്ട് തുടങ്ങിയ ഒരു സ്ഥാപനമാണ് നമ്മുടെ റോട്ടറി. Why is this Rotary so exciting? എൻ്റെ ഭാര്യ ഡേസി ഇന്നലെ സേലത്ത് വിളിച്ചിട്ട് വന്നില്ല. ഇന്ന് മാളാന്ന് പറഞ്ഞ നാളെ തിരിച്ചു പോകണം, എനിക്ക് അമ്മേനെ കാണാം തൃശ്ശൂർ. ആ കാണേണ്ടത് പെട്ടെന്ന് വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ മാളയിലേക്ക് വരാൻ ശരി ഞാൻ വരാം, ഭയങ്കര വിഷമിച്ചിട്ടാണ് പറയുന്നത് വരാമെന്ന്. അപ്പോൾ എപ്പോഴും എന്നെ കളിയാക്കണം. നിരവധി ക്ലബ്ബ് ഭാരവാഹികൾ സ്ഥാനാരോഹണ ചടങ്ങിൽ സാക്ഷ്യം വഹിക്കാനെത്തി. തൃശൂരിൽ 13-കാരിയായ പെൺകുട്ടിയെ കാണാതായതായി പരാതി. തൃശൂർ എരുമപ്പെട്ടിയിലാണ് സംഭവം. വേലൂർ സ്വദേശിനി സുനിതയുടെ മകൾ ഗൗരി കൃഷ്ണയെയാണ് കാണാതായത്. 13 വയസ്സായിരുന്നു. പോലീസിൽ പരാതി നൽകി. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് പെൺകുട്ടിയെ കാണാതായതെന്നാണ് പരാതി. വീട്ടിൽ തിരിച്ചെത്താത്തതിനെ തുടർന്ന് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. സംഭവത്തിൽ എരുമപ്പെട്ടി പോലീസ് കേസെടുത്ത അന്വേഷണം ആരംഭിച്ചു. പി ഭാസ്കരൻ്റെ ആശയം നിലനിൽക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമെന്ന് കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് സച്ചിദാനന്ദൻ. കേരള സംഗീത നാടക അക്കാദമിയുടെയും പി ഭാസ്കരൻ ഫൗണ്ടേഷൻ്റെയും സഹകരണത്തോടെ കേരള സാഹിത്യ അക്കാദമി കൊടുങ്ങല്ലൂരിൽ സംഘടിപ്പിച്ച പി ഭാസ്കരൻ ജന്മശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പി ഭാസ്കരൻ എന്ന കവി എന്ന വിഷയത്തിൽ PN ഗോപികൃഷ്ണൻ പ്രഭാഷണം നടത്തി. സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി പ്രൊഫസർ CP അബൂബക്കർ, പി ഭാസ്കരൻ ഫൗണ്ടേഷൻ ചെയർമാൻ CC വിപിൻ ചന്ദ്രൻ, സെക്രട്ടറി CS തിലകൻ, വൈസ് ചെയർമാൻ ബക്കർ മേത്തല, പ്രൊഫസർ K. അജിത തുടങ്ങിയവർ സംബന്ധിച്ചു. വിദ്യാഭ്യാസ മേഖലയിലെ മൂല്യച്യുതികൾ വർദ്ധിക്കുകയാണെന്നും അതിനെതിരെ വിദ്യാർത്ഥികൾ ജാഗ്രത പുലർത്തണമെന്നും ബെന്നി ബെഹന്നാൻ MP എറിയാട് സർവീസ് സഹകരണ ബാങ്കിൻ്റെ നേതൃത്വത്തിൽ നടന്ന മഹാത്മാഗാന്ധി എഡ്യൂക്കേഷൻ എക്സലൻസി അവാർഡ് ദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് PS മുജീബുർ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. MES അസ്മാബി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റീന മുഹമ്മദ് മുഖ്യാതിഥിയായി. കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് TM നാസർ, മുൻ ബാങ്ക് ഡയറക്ടർ PH മഹേഷ്, ജില്ലാ സഹകരണ ആശുപത്രി ഡയറക്ടർ PB മൊയ്തു, മുൻ ബാങ്ക് പ്രസിഡന്റ് PB അബ്ദു, PM നജീബ് റഹ്മാൻ, അജേഷ് തൈത്തറ, നസീമ സിദ്ദീഖ്, AS റാഫി തുടങ്ങിയവർ സംസാരിച്ചു. DYFI കയ്പമംഗലം ഈസ്റ്റ് വെസ്റ്റ് മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പഠനോത്സവം സംഘടിപ്പിച്ചു. DYFI മുൻ സംസ്ഥാന സെക്രട്ടറി T. ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ TV സുരേഷ് ബാബു അധ്യക്ഷനായി. DYFI നാട്ടിക ബ്ലോക്ക് പ്രസിഡന്റ് TG നിഖിൽ, CPM ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ BS ശക്തിധരൻ, IS കാസിം, KB ഷിബിൻ ദാസ്, NA നൂറുൽ ഹുദ, ദേവിക ദാസൻ, തസ്നി ഷഹസാദ് എന്നിവർ സംസാരിച്ചു. സേവാഭാരതി മാനവ സേവാ കേന്ദ്രം വാർഷിക പൊതുയോഗവും വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും നടന്നു. പറമ്പിക്കുളങ്ങര മാതൃസദനത്തിൽ നടന്ന യോഗത്തിൽ സേവാഭാരതി പ്രസിഡന്റ് രാജു ഈശ്വരമംഗലത്ത് അധ്യക്ഷത വഹിച്ചു. സേവാഭാരതി സംസ്ഥാന സെക്രട്ടറി രാജ്മോൾ സേവാ സന്ദേശം നൽകി. മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് സജീവൻ സമ്മാനദാനം നിർവഹിച്ചു. മോട്ടിവേഷൻ സ്പീക്കർ രാജീവ് സുബ്രഹ്മണ്യൻ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് വിവിധതരം പനികൾ പടരുമ്പോഴും പ്രതിരോധ പ്രവർത്തനങ്ങളിൽ മെല്ലെപ്പോക്ക്. 6 ദിവസത്തിനിടെ സംസ്ഥാനത്ത് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത് 652 പേർക്ക്.
സ്മാരകങ്ങൾ നിലനിൽക്കുന്ന പ്രദേശത്തെയും അവിടുത്തെ സമൂഹത്തെയും ഉൾക്കൊള്ളുന്ന രീതിയാണ് മുസ്ലിസ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. കൊടുങ്ങല്ലൂരിൽ വിവിധ പൈതൃക സംരക്ഷണ പദ്ധതികളുടെ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. ഏരീസ് കലാനിലയത്തിന്റെ അതിവിശാലമായ സ്റ്റേജ് നിർമ്മാണം ആരംഭിച്ചു. കാൽനാട്ട് കർമ്മം ഞായറാഴ്ച രാവിലെ തിരുവഞ്ചിക്കുളം ക്ഷേത്ര ഗ്രൗണ്ടിൽ കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത നിർവഹിച്ചു. ന്യൂസ് റൗണ്ടപ്പ് പൂർണ്ണമാകുന്നു. നമസ്കാരം.